അയ്യോ ഹായ് ഗൈസ്, ജോർഡൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ കോടീശ്വരനാന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. കുറെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. വെറുതെ അല്ല എല്ലാരും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ശരീരം പോരാനാണ് നമ്മുടെ മുടിയും. അതിനും ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് കിട്ടിയേ പറ്റുള്ളൂ. അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉസ്ത്രയുടെ ആയുർവേദിക് ഹെയർ ഓയിൽ ആണ്. ഇത് മിനിസ്ട്രി ഓഫ് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പോലുള്ള മിനറൽസോ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. SLS പാരാബൻ പോലുള്ള ഹാർംഫുൾ കെമിക്കൽസ് ഒന്നുമില്ല. മുടി ഒഴിച്ചിട്ട് ഡാൻഡ്രഫ്, ഹെയർ ഫാൾ ഇതിനൊക്കെ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഒരുപാട് വൈറ്റൽ ന്യൂട്രിയൻസ് ഉള്ള ഈ പ്രൊഡക്റ്റ് ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കംപ്ലീറ്റ് ഹെയർ കെയറും റെഡ്യൂസ്ഡ് ഹെയർ ഫാൾ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലർ ഓയിലിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന രീതി കാണിച്ചു തരാം. കുറച്ച് മാത്രം ഇങ്ങനെ നല്ലൊരു മുല്ലപ്പൂവിന്റെ പോലത്തെ ഒരു മണമാണിത്. ഇതിനകത്ത് അശ്വഗന്ധ, നീം, റെഡ് ഒനിയൻ, അംല അങ്ങനെ 8ഓളം നാച്ചുറൽ ഹെർബ്സ് ഉള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഡെയിലി യൂസിനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഉസ്ത്രയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ മേടിക്കാവുന്നതാണ്. എവിടെ നിന്ന് മേടിച്ചാൽ നിങ്ങൾ ജോക്കു 20 എന്ന് പറയുന്നത് കൊടുപ്പിച്ചാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകാൻ ചെക്കിലവിടെ. അഞ്ജലിച്ച് വന്നത് വർമ്മസാറിന് വേണ്ടി, അണ്ണം വർക്കേണ്ട വർമ്മസാറിന്റെ ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ജലിച്ച് അറിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ എല്ലാ സത്യങ്ങളും അഞ്ജലിയോട് തുറന്നു പറയാൻ പോവാ. ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി, എന്റെ ചേച്ചി. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇതിപ്പോ ഒരാണായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ ഏറെ കയറ്റിനെ കൊറോണ. കളിക്കുന്നോടാ. പോർക്കല്ലല്ലോ, കോഴിയുടെ മുട്ടയല്ലേ. എനിക്ക് പുല്ല് വരെ അല്ലോടാ നീ തരുന്നത്. നാപ്റ്റോളിന്ന് മേടിച്ച മുട്ടയാന്ന് തോന്നുന്നു. നിനക്ക് എങ്ങനെ കിട്ടി ഈ ഉണ്ണി ഇത്രക്ക് ധൈര്യം? ഇത്രയും ധൈര്യം എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, മുട്ടയെന്ന് എഴുതില്ല. അതിനു മുമ്പേ അവൻ തുടങ്ങി. വളച്ചെടുക്കരുത് കേട്ടോ. അടുത്ത എഴുതി നോക്കാം. മോനെ ഡേഞ്ചർ ആണല്ലോ ഇവന്മാര്. ഇതെന്ത് തേങ്ങാടണ്ടി അഭിനയ ചിന്തങ്ങളെ. ഞാനൊന്ന് നമിച്ചോട്ടെ. 2 പൂസായ ആൾക്കാർ മാസ് കാണിക്കാൻ നോക്കിയതാ. അടുത്ത വീട് നോക്കാം. പിടിച്ചടാ നിന്നെ, CCTV ക്യാമറ പിടിച്ചടാ. നീ പെട്ടു മോനെ. അവിടെ ഡാൻസ് കളിക്കുന്നോടാ പോക്രി. സമ്മതിക്കണം, പാട്ടിന് പറ്റിയ ഡാൻസ്. എന്താല്ലേ കള്ളന്മാര് വരെ കോമഡി ആയിക്കൊണ്ടിരിക്കുക. അടുത്ത വീട് നോക്കുക ഗൈസ്. ഇത് ഇവന്റെ പിറന്നാളാണോ ഇവന്റെ വണ്ടിയുടെ പിറന്നാളാണോ? എന്ത് പാടാ ഇതൊക്കെ? പപ്പരപ്പാഴുകള്. ഇവരെന്തായി കാണിക്കുന്നത്? വണ്ടിയുടെ സൈലൻസിൽ അവിടെ കൊണ്ട് വെച്ചിട്ട് മെഴുകി കെടുത്തുവാ, വണ്ടി മൂപ്പിച്ചിട്ട്. എന്നിട്ട് അതുമായിട്ട് കുറെ സ്പ്രേ അടിച്ച് എന്തുവാടെ കൊണ്ട് വെച്ചാൽ സ്ഥലം നോക്കിയാൽ മണ്ണിലൊക്കെ കൊണ്ട് വെച്ചിട്ട് കേക്ക് കഴിക്കുന്ന സാധനമല്ലേ ഇത്. കുറെ പേക്രാണിത്തരങ്ങൾ മൊത്തം കാണിച്ചിട്ട് ഭയങ്കര മാസാണെന്നും പറഞ്ഞു. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പാഴുകളും. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് പറയാനുള്ളത് നല്ല 1-ാം തരം പാഴുകൾ. അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. അമ്മയോടുള്ള സ്നേഹം കാണിച്ചതാണോ? ആ അമ്മ ഇരിക്കുന്ന നോക്കിയാന്നിട്ട്
ആ അമ്മയുടെ ഇരിപ്പ് കണ്ടാ അറിയാം ഇജാതി പാഴാണ് എൻ്റെ മകനെന്ന്. അമ്മമാരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. അയ്യോ, ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് കൊണ്ട് ഇങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട്. കുറെ പാഴ് ജന്മങ്ങളെ നമുക്ക് കാണാം. അടുത്ത വീഡിയോ നോക്കാം. ഇതിനാണോ ജീവിതം പട്ടി നക്കി എന്ന് പറയുന്നത്? ഞാനും മൃഗസ്നേഹിയൊക്കെ തന്നെയാണ്. പക്ഷെ അടുത്ത വീഡിയോ നോക്കാം. നല്ല ബോറായിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും എനിക്ക് തോന്നിയത് മറ്റേത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ്. எழுந்திடும் போதும் அன்பே மீண்டும் எழுந்திடுதா தனிமை உன்னை சுடுதா நினைவில் அனல் தருதா தலையணி பூக்களில் எல்லாம் கூந்தல் மனம் வருதா குறு குறு பார்வையால் கொஞ்சம் கடத்திரியே കുളിർക്കൂ. അത്രേ ഉള്ളൂ. അയ്യോ, നല്ല പാട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അത് മുഴുവനായിട്ട് പാടി എവിടെയെങ്കിലും ഇടൂ, എന്താണേലും കൊള്ളാം. നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 ബൈ. നമ്മുടെ ഫേസ് വാഷും നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ കാര്യം മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വാങ്ങിച്ചിരിക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.